എല്ലാ ടീമിനും ചാടി ചാടി ഓരോ ആൾക്കാരെ വർക്കൊക്കെ കണ്ട് ഒരു ഹെൽപ്പ് ചെയ്ത്. ഇപ്പോൾ ചെയ്യാന്ന് പറയുമ്പോൾ ആൾക്കാർ നിങ്ങൾ ഇങ്ങനെ ഫുള്ള് പ്ലേഫുൾ ആണല്ലോ, എന്താ ഇരുന്ന് പഠിക്കാത്ത? നല്ലതായി തോന്നിയ ഒരു ഡിസിഷനാണ് BRക്കിന് വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്തത്. എനിക്ക് വരയിലൂടെ ഒരു ഫ്യൂച്ചർ എന്താവാന്ന് ഞാൻ ആലോചിച്ച് എല്ലാത്തിലും എങ്ങനെയൊക്കെ ഇൻവോൾവ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഞാൻ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അതിന് ശരിക്കും സയൻസ് ഉണ്ടെന്ന് സിംഗിൾ വന്നപ്പോൾ മനസ്സിലായത്. പേഴ്സണൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വരക്കും. ഞാൻ ആ പഴയ എന്നോട് ഒരേ ഒരു കാര്യം പറയുള്ളൂ, വെൽക്കം ടു തിങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ. തിങ്കിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറുണ്ട് ടെക്നിക്കാലിറ്റിയുടെയും ക്രിയേറ്റിവിറ്റിയുടെയും സമന്വയമാണ് ആർക്കിടെക്ചർ കോഴ്സ് എന്ന്. ഈ രണ്ട് മേഖലകളിലും തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിച്ച അതിൻ്റെ എൻട്രൻസ് എക്സാമിനേഷനിൽ JEE എൻട്രൻസ് എക്സാമിനേഷനിൽ ടോപ്പ് സ്കോർസ് കളക്ട് ചെയ്തിരിക്കുന്ന അച്ചീവ് ചെയ്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുറച്ച് കൂട്ടുകാരാണ് ഇവിടെയുള്ളത്. എല്ലാവർക്കും സ്വാഗതം. ഹലോ, എൻ്റെ പേര് അഫീർ റാമിഷ്. ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. ഈ 2025 JEE BRക്കിൽ എനിക്ക് 99.91% കിട്ടി. ഹായ്, ഞാൻ ഫാത്തിമ അബൂബക്കർ. എൻ്റെ പ്ലേസ് കാസർഗോഡാണ്. എനിക്ക് ഈ കഴിഞ്ഞ 2025 JEE BR സെഷൻ 1 99.54% കിട്ടി. ആൻഡ് എനിക്ക് NIT കാലിക്കറ്റിൽ പ്ലേസ്ഡ് ആയി. ഹായ്, മൈ നെയിം ഈസ് ഒമർ മിഷാൽ. ഞാൻ കോഴിക്കോട് നിന്നാണ്. കഴിഞ്ഞ 2025 JEE BRക്കിൽ എനിക്ക് 99.5% കിട്ടി. ഈ കഴിഞ്ഞ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഞാൻ SPA ഡൽഹിയിൽ പ്ലേസ്ഡ് ആയി. ഹലോ, ഐ ആം താനിയ നാസർ. ഞാനിവിടെ കോഴിക്കോട് തന്നെയാണ്. ഈ വർഷം JEE BRക്ക് എക്സാമിന് എനിക്ക് 99.45% കിട്ടി. ഹായ്, നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. എവിടേക്കാണ് പഠിച്ചിരിക്കുന്നത്? +2 ഒക്കെ എവിടെയായിരുന്നു? എൻ്റെ എഡ്യൂക്കേഷനൊക്കെ സൗദിയിലാണ് 10th വരെ ചെയ്തത്. ഓക്കെ. 11th and 12th നാട്ടിൽ വന്നു. നാട്ടിൽ JDT ഇസ്ലാം FSSൽ പഠിച്ചു. ശരി. ഞാൻ എൻ്റെ എല്ലാ എഡ്യൂക്കേഷനും മോസ്റ്റ്ലി വയനാട്ടിൽ നിന്ന് തന്നെയാണ് ചെയ്തത്. അതിനുശേഷം +2 കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ തിങ്കിൽ ജോയിൻ ചെയ്യുന്നത്. എൻ്റെ എഡ്യൂക്കേഷൻ കുറച്ച് സ്കാറ്റേർഡ് ആണ്. താനി പറഞ്ഞ പോലെ 9th വരെ ഞാൻ പുറത്തായിരുന്നു, കുവൈത്തിലാണ് പഠിച്ചത്. പിന്നെ 10th ഞാൻ എൻ്റെ നാട്ടിൽ തന്നെയുള്ള ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞ് +1 +2 ഞാൻ ഇവിടെ കോഴിക്കോട് താമരശ്ശേരിയുള്ള കാലിഫ് ലൈഫ് സ്കൂൾ എന്ന് പറഞ്ഞ ഒരു റെസിഡൻഷ്യൽ സ്കൂളായിരുന്നു. ഞാൻ 10th വരെ കാസർഗോഡുള്ള സ്കൂളിൽ തന്നെ പഠിച്ചു. പിന്നെ +1 +2 അൽഫറൂഖ് റെസിഡൻഷ്യൽ സീനിയർ സെക്കൻഡറി സ്കൂൾ അവിടെ പഠിച്ചു. ഓക്കെ. എങ്ങനെയാണ് നേരത്തെ വരയ്ക്കുമായിരുന്നു നിങ്ങളൊക്കെ? ഡ്രോയിങ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള മേഖലകളിൽ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു പെർഫോമൻസ്? പണ്ടേ ഇൻബോൺ ആണ്. ഫാദറിൻ്റെ അടുത്ത് ഇൻഹെറിറ്റ് ചെയ്ത സാധനമായതുകൊണ്ട് പണ്ടേ ചെയ്യും. ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്, ഹോബിയാണ്. ഓക്കെ. പിന്നെ എല്ലാ ചെറിയ ചെറിയ കോമ്പറ്റീഷൻസും പിന്നെ ഫാമിലീസിന്റെ പോർട്രേറ്റും അങ്ങനെയൊക്കെ വരച്ച് ശീലമുണ്ട്. പക്ഷെ ആർക്കിടെക്ചറിന്റെ അതിലൊന്നും എത്തിയിട്ടില്ലേനു, ആ ഒരു തോട്ടൊന്നും ഇല്ലേനു. 12th എൻഡിങ് സമയത്താണ് ഓക്കെ എനിക്ക് ഇതാണ് വേണ്ടത്, ദിസ് ഇസ് ഗുഡ് ഫോർ മീ, എൻ്റെ സ്കില്ല് എനിക്ക് അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റിയതും യൂസ് ചെയ്യാൻ പറ്റിയ മേഖല ആർക്കിടെക്ചർ ആണെന്ന് മനസ്സിലായപ്പോൾ ഇതിൽ കയറുന്നു. ഞാൻ പണ്ട് ചെറുപ്പം മുതലേ വരയ്ക്കുന്ന ഒരാളായിരുന്നു. അത് പിന്നെ വരച്ച് ഞാനൊരു 10th സ്റ്റാൻഡേർഡൊക്കെ എത്തിയപ്പോൾ തന്നെ എനിക്ക് വരയിലൂടെ ഒരു ഫ്യൂച്ചർ എന്താവാന്ന് ഞാൻ ആലോചിച്ച് അങ്ങനെ ഞാൻ തീരുമാനിച്ച് BRക്കിലോട്ട് പഠിക്കാൻ വരാം. ഓക്കെ. എൻ്റെ കേസിൽ ഞാൻ അങ്ങനെയൊന്നും വരയ്ക്കലില്ലായിരുന്നു. പിന്നെ കഴിവുണ്ടായിരുന്നു. പിന്നെ ഈ കൊറോണ ടൈം വന്നല്ലോ, ഇപ്പോൾ ലോക്ക്ഡായി, ഭയങ്കര ബോർഡായി. പിന്നെ ഈ ഒരു ഇതൊരു ഹോബിയാക്കി എടുക്കുക എന്നുള്ളൊരു ഇതിൽ കുറച്ചൊക്കെ വരയ്ക്കാൻ തുടങ്ങി. അങ്ങനെ വര സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഫാമിലി ചില റിലേറ്റീവ്സൊക്കെ പറയലുണ്ട്, എൻ്റെ ഉമ്മ എന്നെ പ്രഗ്നൻ്റ് സമയത്ത്, ഞാൻ ഉമ്മൻ്റെ വീട്ടിലെ സമയത്ത് ഉമ്മ ഫാഷൻ ഡിസൈനിങ് പഠിച്ചിരുന്നു. ആ ഫാഷൻ ഡിസൈനിങ് കംപ്ലീറ്റ് ചെയ്തില്ല, പക്ഷെ ഉമ്മ പഠിച്ചത് എനിക്കാണ് കിട്ടിയെന്ന് കുറേ ആൾക്കാർ പറയലുണ്ട്. അപ്പം അതാണെന്ന് അറിയില്ല. എന്തായാലും ആ ഒരു ഇത് കാരണം ലാസ്റ്റ് ഈ ഒരു കൺക്ലൂഷനിലെത്തി BRക്ക് എടുക്കാൻ. എനിക്ക് സയൻസ് നല്ല ഇഷ്ടമാണ്, പക്ഷേ എന്താണ് ആ കംപ്ലീറ്റ് സയൻസ് ഫീൽഡും അത്ര ഇഷ്ടമല്ല. അപ്പോൾ കുറച്ചുകൂടി പാഷനേറ്റ് ആയിട്ട് എനിക്ക് പാഷനുള്ളൊരു സാധനം എന്താണ് ക്രിയേറ്റീവായിട്ട് സയൻസ് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് BRക്ക് ചൂസ് ചെയ്തു, ഈ ഒരു ഫീൽഡിലേക്ക്. ഞാൻ കുഴപ്പമില്ലാണ്ടൊക്കെ വരയ്ക്കുന്നു പണ്ട്.
പിന്നെ ഞാന് ലൈക്ക് എന്താ പറയാ, ഇടക്കിടക്കിടക്ക് എപ്പെങ്കിലും ഇങ്ങനെ വരക്കുന്നല്ലാണ്ട് ഇങ്ങനെ ഇങ്ങനെ ഈ ആർട്ട് ബേസ്ഡ് എന്തെങ്കിലും പ്രൊഫഷൻ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രൊഫഷനെ കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ +2 കഴിഞ്ഞപ്പോഴാണ്. അപ്പൊ ഞാന് ലൈക്ക് എന്താ പറയാ, ഒരു ഐഡിയ ഇല്ലാണ്ട് നിൽക്കുന്ന സമയത്ത് മെഡിസിൻ ആണല്ലോ ഒബ്വിയസ്ലി എല്ലാവരും ചൂസ് ചെയ്യുക. അങ്ങനെ ഞാൻ മെഡിസിൻ കാരണം നിൽക്കുന്ന ടൈമിൽ വെറുതെ ലൈക്ക് BARC എക്സാം അറ്റൻഡ് ചെയ്ത് അങ്ങനെ എന്താ പറയുക, എനിക്ക് അപ്പം ഒന്നും കൂടി BARCനോട് ഇഷ്ടം വന്ന്. അങ്ങനെ BARC ചൂസ് ചെയ്യുന്നതാണ്. സോ ഒരു ക്രിയേറ്റീവ് മൂഡിൽ നിന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ അത്യാവശ്യം നന്നായി വരയ്ക്കുന്നവരാണ്, അല്ലെങ്കിൽ വരയോട് അല്ലെങ്കിൽ ഡ്രോയിങ്ങിനോടൊക്കെ താല്പര്യമുണ്ട്, ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പാഷനുണ്ട്. നമുക്ക് മുമ്പിൽ BDSഉം, അതായത് ബാച്ചിലർ ഡിസൈനും ബാച്ചിലർ ഇൻ ആർക്കിടെക്റ്റും ഒരേപോലത്തെ 2 കോഴ്സുകളുണ്ട്. സോ എന്തുകൊണ്ട് BARC എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയാനുണ്ടാവുക? ഡിസൈനെക്കാട്ടിയും കൂടുതൽ എൻ്റെ ബിൽഡിങ്സ് ആണ് ഫാസിനേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ കൺസ്ട്രക്ഷൻസ്, അതെങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് ഉണ്ടാക്കാം, അങ്ങനത്തൊക്കെ ന്യൂ ഐഡിയാസ് അതിൽ കൊണ്ടുവരാം. ഓക്കെ. അപ്പോൾ എന്നെ കൂടുതൽ ഫാസിനേറ്റ് ചെയ്ത ബിൽഡിങ്സ് ആണ്. ആർക്കിടെക്ചർ വാസ് മൈ ഫസ്റ്റ് ചോയ്സ്. ഡിസൈനും ഞാൻ മനസ്സിൽ വെച്ചിട്ടുണ്ട്, പക്ഷെ എൻ്റെ സ്കിൽ അനുസരിച്ചിട്ട് ഐ ഫെൽറ്റ് അതിൽ സയൻസും വരുന്നതുകൊണ്ട് തന്നെ അതിനെനിക്ക് കുറച്ചുകൂടി നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചപ്പോൾ അതിലേക്ക് പോകും. ഓക്കെ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ സയൻസ് കുറച്ചുകൂടി ഇൻക്ലൂഡ് ആവുന്നത് ആർക്കിടെക്ചറിലായതുകൊണ്ടാണ് ഞാൻ ആർക്കിടെക്ചർ യൂസ് ചെയ്തത്. ഇപ്പം BDS ആകുമ്പോൾ എനിക്ക് കറക്റ്റ് അറിയില്ല, ഞാൻ അത്ര അന്വേഷിച്ചില്ല ആ സൈഡ്, ആദ്യം താല്പര്യമില്ല എന്നുള്ളൊരിതില്ല. അപ്പം അവിടെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഡിസൈൻ ഓറിയൻറ്റഡ്, കംപ്ലീറ്റ്ലി ക്രിയേറ്റീവ് ആണെന്നാണ് തോന്നുന്നത്. എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷേ BARCൻ്റെ കേസിൽ നമുക്ക് ഒന്ന് ഹ്യൂമൻ ലിവിങ് സ്പേസസ് ആണ്, പിന്നെ അതിൽ നമുക്ക് സയൻസ് ഇൻക്ലൂഡ് ചെയ്യുക, കുറേ ഫാസിനേറ്റിംഗ് സംഭവങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കി. അപ്പോൾ ആർക്കിടെക്ചർ തന്നെ ചൂസ് ചെയ്യാന്ന് ഉറപ്പിച്ച് ഇതൊക്കെ അറിഞ്ഞപ്പോൾ. എനിക്ക് ഈ ആദ്യം മുതൽ ഈ വലിയ വലിയ ബിൽഡിംഗ് ഒക്കെ കാണുമ്പോൾ, ലൈക്ക് ബുർജ് ഖലീഫ, ദുബായിൽ തന്നെ ഇഷ്ടംപോലെ പല സ്റ്റൈൽ ബിൽഡിങ്സ് ഉണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഇതൊന്നും ആരാ ഉണ്ടാക്കിയെന്ന് എനിക്ക് ആദ്യമൊന്നും വലിയ ഐഡിയ ഇല്ലായിരുന്നു. ഞാൻ വിചാരിച്ചു സാധാ ഒരു എഞ്ചിനീയർമാർ എല്ലാവരും കൂടി ഉണ്ടാക്കുന്ന സംഭവമാണ്. പിന്നെ ഇടയ്ക്ക് ഡൗട്ട് വന്നു, ഇതിങ്ങനെ നിൽക്കുമോ, ഇതെന്താ പൊളിഞ്ഞ് വീഴാത്തെ, ഇതിങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഇതെന്താണ് സംഭവം. അപ്പോൾ ഞാനിങ്ങനെ ആർട്ട് ബേസ്ഡ് ആയിട്ട് ഫ്യൂച്ചർ തപ്പുന്ന സമയത്ത് ഈ BARCൻ്റെ ശ്രദ്ധപ്പെട്ട്, അപ്പോൾ ഒരു ബിൽഡിങ്ങും ഡിസൈൻ ചെയ്യാനും ഒരാളുണ്ടെന്ന് ഞാൻ അപ്പം അറിയുന്നത്, ഒരു ആർക്കിടെക്റ്റ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതായത് എനിക്ക് ബിൽഡിങ്സും ഇഷ്ടമാണ്, അതേപോലെ ഡിസൈനിങ്ങും ഇഷ്ടമാണ്. ഇത് രണ്ടും കൂടി മിക്സ് ആയിട്ട് ഒരു പ്രൊഫഷൻ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ. ഞാൻ ഇതുപോലെ തന്നെ എനിക്ക് സയൻസ് ഒന്നുകൂടി നല്ലോണം ഇഷ്ടം. അപ്പം ലൈക്ക് ഇതിലാണെങ്കിൽ ഇതിലെ പ്രൊപ്പോഷൻസും പെർസ്പെക്റ്റീവും വെച്ചാൽ കൂടി എന്താ പറയുക അടിപൊളിയാണ്. പിന്നെ എല്ലാം ഇങ്ങനെ ഹ്യൂമനെ എഫക്റ്റ് ചെയ്യുന്നത്, അതൊക്കെ നോക്കുമ്പോൾ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ വേറെ തന്നെയാണ് ബാക്കി എല്ലാത്തൊന്നും. അപ്പം എനിക്ക് ആർക്കിടെക്ചറിനോട് കുറച്ചും കൂടി ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഒരു ഡ്രീം കണ്ടു, നിങ്ങളൊരു ഡ്രീമിലേക്ക് എത്തി. തിങ്കിലേക്കുള്ള ഒരു വരവ് എങ്ങനെയായിരുന്നു? തിങ്കിലേക്ക് ഞാൻ പഠിച്ച സ്കൂൾ പറഞ്ഞല്ലോ, കാലിഫ് ലൈഫ് സ്കൂൾ. അവിടെ കുറേ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്, സാധാ നോർമൽ സ്കൂൾസ് പോലെയല്ല. തിങ്ക് പോലെ തന്നെ കുറച്ചുകൂടി ഫണ്ണായിട്ട് കുറേ ഇവൻറ്റ്സും പ്രോഗ്രാംസും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ക്രിയേറ്റീവായിട്ട് കുറേ സംഭവങ്ങൾ വേണം. അപ്പോൾ എൻ്റെ കൂടെ 2 പേരുണ്ടായിരുന്നു, അവരും തിങ്കിലുണ്ട്, കാലിക്കറ്റ് ബ്രാഞ്ചിലുണ്ട്, അൽഫാസ് ആൻഡ് ദാനിഷ്. അപ്പോൾ നമ്മൾ 3 പേരായിരുന്നു അവിടുത്തെ മെയിൻ ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്യൽ. അവിടുന്ന് ഇങ്ങനെ കുറേ ആർക്കിടെക്ചറിൽ മോഡൽസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ മോഡൽസ് ഒക്കെ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഇതിന് സാധനം വാങ്ങാൻ ഷോപ്പിൽ പോയപ്പോൾ അവിടുന്ന് ഒരു ആർക്കിടെക്റ്റ് നമ്മൾ കണ്ടു. ആർക്കിടെക്റ്റ് ചോദിച്ചു, നിങ്ങൾ ആർക്കിടെക്ചർ സ്റ്റുഡൻസ് ആണോ? അപ്പോൾ നമ്മൾ ചോദിച്ചു, എന്താ നിങ്ങൾ അങ്ങനെ ചോദിച്ചേ? അപ്പോൾ ആർക്കിടെക്ചർ സ്റ്റുഡൻസ് വാങ്ങുന്ന സാധനങ്ങളാണ് നമ്മൾ വാങ്ങുന്നത് ആ ഷോപ്പിൽ നിന്ന്. അങ്ങനെയാണ് ആർക്കിടെക്ചറിനെ പറ്റി നല്ലോണം അന്വേഷിക്കാൻ തുടങ്ങിയത്. അതുവരെ ആർക്കിടെക്ചർ എന്താ അറിയായിരുന്നു, ഇത്ര ഡീപ്പായിട്ട് അറിയില്ല. പിന്നെയാണ് ഞങ്ങൾ 3 പേരും ഈ എൻട്രൻസിനെ പറ്റി അറിയുന്നത്. അങ്ങനെ ഞാൻ വീട്ടിൽ പറഞ്ഞു. അപ്പം തന്നെ ഉപ്പ പറഞ്ഞ്, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നോക്കാം, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ലേ റിപ്പീറ്റ് ചെയ്യുക, നമുക്ക് ഇങ്ങനെ ഒരു സെൻറ്റർ നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു ലീവിന് ഇറങ്ങിയതാണ്. ആ ഒരു ദിവസം ഫുൾ എടുത്തിട്ട് കോഴിക്കോടുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഇങ്ങനെ കയറി, അങ്ങനെ അന്വേഷിച്ചു, പലയിടത്തും അന്വേഷിച്ചു. അങ്ങനെ ലാസ്റ്റ് തിങ്കിലെത്തിപ്പെട്ടു. സോ ഒരു ലോക്കൽ പർച്ചേസിനിടയിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്നിപ്പോൾ ഈ ഒരു വിന്നിങ് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നത്. അതെ, ആർക്കിടെക്ചർ കൺഫേം ചെയ്യാനുള്ളൊരു സാധനം അതാണ്. ഓക്കെ. അവിടെ നിന്നാണ് അന്വേഷിക്കാൻ തുടങ്ങിയത്. നല്ല സ്റ്റോറിയാണ് അല്ലേ ശരിക്കും. ഫാത്തിമ?
ഞങ്ങക്കിങ്ങനെ കുറച്ച് വരക്കുന്ന കുട്ടിയായോണ്ട് കുറച്ച് സജഷൻസ് ഇണ്ടേനി. ആർക്കിടെക്ചർ എടുത്തൂടെ അങ്ങനെ. പക്ഷെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ഉമ്മാനോട് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ അബിയാർക്ക് എക്സാം എഴുതിയപ്പോ അബിയാർക്ക് നല്ലണ്ട്. ഒന്ന് ട്രൈ ആക്കി നോക്കാ. അങ്ങനെ ഉമ്മ സെർച്ച് ചെയ്തിട്ടാണ് ആക്ച്വലി ഞാൻ തിങ്കിലെത്തുന്നത്. സോ ഓക്കെ, നമുക്കൊരു ഡേ 1 നിങ്ങളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞു. സോ നമ്മളത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാനായിട്ട് ഒരു ഡേ 1 കാണും. സോ തിങ്കിലെ ഡേ 1 എങ്ങനെയുണ്ട്? സാധാരണ ഒരു റിപ്പീറ്റിന് പോകുന്ന ആൾക്കാർ ഭയങ്കര സീരിയസ് മൂഡായിട്ട് ഒക്കെയാണ് പോകുന്നത്. ഓക്കെ. അപ്പം ഞാനും തിങ്കിലെത്തിയത് അതേപോലെ തന്നെയാണ്. ഇനി ഒരു വർഷം പഠിക്കണം, കിട്ടിയേ പറ്റൂ, അങ്ങനെ വന്നതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് എല്ലാം ഭയങ്കര അടിപൊളിയാണ്. അത്ര ടെൻഷനില്ല. ഈ പഠിപ്പിക്കുന്ന സാർമാരാണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എല്ലാ കാര്യങ്ങളും ഭയങ്കര സ്മൂത്താണ്. ഓക്കെ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അന്ന് ഫസ്റ്റ് ഒരു ടോക്ക് വന്നത് ഫെബിൻ സാറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത് പാരൻസ് നിർബന്ധിച്ചിട്ടാണോ അല്ലെങ്കിൽ നിങ്ങളെ സ്വന്തം ഇഷ്ടത്തിനാണോ? ഞാൻ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് അങ്ങനത്തെ ഒരു ചോദ്യം ഫേസ് ചെയ്തില്ല. ഓക്കെ. ഈ അവിടെ പോയപ്പോൾ അത് ഫേസ് ചെയ്യുകയും ചെയ്തു. എല്ലാവരും സ്വന്തം ഇഷ്ടത്തിനാണ്. പൊതുവെ പല സ്ഥലത്തും ആരെങ്കിലും 1-2 പേരുണ്ടാവും ഈ ഫീൽഡ് എടുക്കുന്നത് പാരൻസിൻ്റെ എന്താ പറയുക ഒരു ഫോഴ്സ് കാരണം. ഇതങ്ങനെയൊന്നുമില്ല. എല്ലാവരും കംപ്ലീറ്റ്ലി അവരവരുടെ പാഷൻ കാരണവും വന്നതാണ്. അപ്പം എല്ലാവരും ഒരേ മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ്. നമുക്ക് അന്നേരം ഒരു ഹോപ്പ് കിട്ടി. നമ്മളെ ഫ്രണ്ട് സർക്കിളും എന്തായി, നമ്മളതേ ചിന്താഗതിയുള്ള ആൾക്കാരായി. യെസ് യെസ്. അപ്പോൾ കുറച്ചുകൂടി ചാൻസസ് കൂടുതലാണല്ലോ. നമ്മളെ ഫ്രണ്ട് സർക്കിൾ നമ്മൾ വിചാരിക്കുന്ന ഇതേപോലത്തെ ആൾക്കാരാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അതിലൊരു പോസിറ്റിവിറ്റി ഉണ്ടാവും, കുറച്ചുകൂടി ഉപകാരം ഉണ്ടാവും പഠിക്കുന്ന കാര്യത്തിൽ ഇതിലൊക്കെ. സോ ആദ്യം ഒരു ലോക്കൽ പർച്ചേസിനോട് വന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസിഷൻ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്തു. ഡേ 1 മറ്റൊരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? ആ ഡിസിഷൻ കൺഫേം ചെയ്യാനായിട്ട് യൂസ് ചെയ്തു. ഗ്രേറ്റ്. ഫാത്തിമ? എനിക്ക് ഇതുപോലെ സാർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നപ്പോഴും ലൈക്ക് ബിആർക്ക് ഞങ്ങൾക്ക് അത്ര അറിയില്ലേനു. പക്ഷെ ഇങ്ങനെ ഓരോ കാര്യവും ഓരോ ദിവസം ഇങ്ങനെ കിട്ടിക്കൊണ്ടുവന്നു. അപ്പം എനിക്ക് ആക്ച്വലി ബിആർക്കിനോട് ഇങ്ങനെ ഇൻട്രസ്റ്റ് കൂടി വന്നു. ഞാൻ അറിയാത്ത കുറേ കാര്യങ്ങൾ ലൈക്ക് ക്ലാസ്സിൽ നിന്ന് കിട്ടാൻ തുടങ്ങി. ഫെബിൻ സാറിൻ്റെ അടുത്ത് നിന്നായാലും ഒരാളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇത്ര ചെറിയ കാര്യം ഇത്ര വലുതാണ് നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇപ്പം ഫാത്തിമ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, അറിയാത്ത കുറേ സംഭവമില്ലേ. അപ്പം അതിലൊരു സംഭവമാണ് ഈ വാസ്തുശാസ്ത്രം ഉണ്ടല്ലോ. അതിൽ കുറേ ആൾക്കാർ അത് അന്ധവിശ്വാസമാണ്, റിലീജിയനായിട്ട് കണക്ട് ചെയ്യുന്ന സംഭവമൊക്കെ ഉണ്ട്. പക്ഷെ അതിന് ശരിക്കും സയൻസ് ഉണ്ടെന്ന് തിങ്കിൽ വന്നപ്പോഴാണ് മനസ്സിലായത്. അന്ന് പറഞ്ഞു ഈ കാറ്റിൻ്റെ ഡയറക്ഷന് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അങ്ങനത്തെ ലൈറ്റ് വിൻഡ് സംഭവങ്ങളൊക്കെ ജസ്റ്റ് മിത്ത് മാത്രമല്ല, സയൻസ് ബേസ് ചെയ്തിട്ടുള്ള സംഭവമാണ്. പക്ഷെ പണ്ട് കാലത്ത് കണ്ടുപിടിച്ചതായതുകൊണ്ട് ആൾക്കാർ അത് മിത്തായി റിലീജിയസ് ആയി എടുത്തതാണ് എന്നുള്ളൊരു സംഭവമൊക്കെ. സയൻസ് ബിഹൈൻഡ് ദിസ്. യെസ്. ഓക്കെ. സോ ഡേ 1 കഴിഞ്ഞു. തിങ്കിലെ മറ്റു ദിവസങ്ങൾ, മറ്റു ആക്ടിവിറ്റികൾ, നമുക്ക് അക്കാഡമിക് കോർഡിനേറ്റേഴ്സ് ഉണ്ട്, മെൻറ്റേഴ്സ് ഉണ്ട്, ഇവരെയൊക്കെ ഒരു സമീപനം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളെ പഠിത്തത്തിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട്? അവിടുത്തെ ഓരോ ഫാക്കൽറ്റീസിനും ഓരോ റോൾ. ഓക്കെ. അപ്പോൾ അവിടെ പഠിപ്പിക്കാൻ വരുന്ന ആൾക്കാർ എങ്ങനെയാണ് പഠിപ്പിക്കുക അതേ രീതിയിൽ പഠിപ്പിച്ച് എല്ലാം ക്ലിയർ ആക്കിയിട്ടേ പോകും. പക്ഷേ നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നതെന്ന് നോക്കാൻ വേറെ സെറ്റ് ഓഫ് ആൾക്കാരുണ്ട്, വേറെ ഫാക്കൽറ്റീസാണ്. അവർ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റഡ് ആയിരിക്കും. നമ്മൾ എന്തുകൊണ്ട് ചെയ്തില്ല, എങ്ങനെ ചെയ്തു, അതൊക്കെ അവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇൻ കേസ് നമ്മളൊരു കാര്യം ചെയ്തില്ലെങ്കിൽ അവിടെ നമ്മൾ പഠിപ്പിച്ച ഫാക്കൽറ്റി അല്ല നമ്മളെ ചോദ്യം ചെയ്യാം. വേറെ തന്നെ ഫാക്കൽറ്റി വന്ന് നമ്മൾ വിളിപ്പിക്കും, എന്തുകൊണ്ട് ചെയ്തില്ല, കാരണങ്ങൾ ചോദിക്കും, എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, ടൈം മാനേജ്മെന്റ് പറഞ്ഞുതരും. അപ്പം ഓരോ ഫാക്കൽറ്റിനും അവിടെ ഒരു റോൾ ഉണ്ട്. എല്ലാവരും ഒരുമിച്ചാണ് നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യുന്നത്. എല്ലാവരും നല്ല അടിപൊളിയാണ്, ലൈക്ക് നല്ല ഫ്രണ്ട്ലി ആണ്. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നല്ല ഇതാണ്. അത് ഏത് ടീച്ചേഴ്സ് ആയാലും ലൈക്ക് നമ്മളെന്താ പറയുന്നതെന്ന് അവർക്ക് മനസ്സിലാവും. ഡ്രോയിങ് ആണ് മെയിൻലി, ലൈക്ക് ഐഡിയാസ് ലൈക്ക് നമുക്ക് നല്ലപോലെ അവർ പറഞ്ഞുതരും. എല്ലാം കൊണ്ടും നല്ലതാണ്. സോ തിങ്കിലെ ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ എങ്ങനെയായിരുന്നു നിങ്ങളെ ഹെൽപ്പ് ചെയ്തിരുന്നത് പഠനത്തിനായിട്ട്? ഓഫ്ലൈൻ ക്ലാസ്സസ് വളരെയധികം ഹെൽപ്പ് ചെയ്തു കുറേ രീതിയിൽ. ഫോർ എക്സാമ്പിൾ ഡ്രോയിങ്ങിൻ്റെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളത്. അധിക പേർക്കും ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്നത് ഡ്രോയിങ്ങിലാണ്. ഓക്കെ. ബാക്കി സബ്ജക്ട്സ് പിന്നെ നമുക്ക് ബുക്ക് ഉണ്ട്, വേറെ പുറത്തുനിന്ന് റെഫർ ചെയ്യുക. പക്ഷെ ഡ്രോയിങ് ഫിസിക്കലി ഒരു ടീച്ചർ വന്നിട്ട് നമ്മളെ ഇങ്ങനെ ഇത് തെറ്റാണ് ഇത് കറക്റ്റാക്കണം എന്ന് പറഞ്ഞാൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഡ്രോയിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മളെ ക്ലാസ് റൂമിലുള്ള ആക്ടിവിറ്റീസും ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പൊക്കെ നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു കണ്ടിന്യൂസ് ഇവാലുവേഷൻ അവിടെ ഉണ്ടായിരുന്നു. യെസ്.
ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ചെയ്തൊരു സംഭവം അടുത്ത ക്ലാസ്സിൽ വന്നാൽ എന്തായാലും ചെക്ക് ചെയ്യും. ഓക്കെ. ചെക്ക് ചെയ്യായിരുന്നു. പിന്നെ നമ്മൾ ഇപ്പോൾ ലൈവ് സ്കെച്ച് അങ്ങനത്തെ സംഭവമൊക്കെ ചെയ്യല്ലോ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നമ്മൾ വെറുതെ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ ചെയ്ത സംഭവം അടുത്ത ദിവസം വന്നാൽ സാറിന് കാണിച്ചു കൊടുത്താൽ സാർ അതിൻ്റെ റിവ്യൂ പറഞ്ഞുതരും. അതിലെവിടെ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടത്. ലാസ്റ്റിലേക്കൊക്കെ ഫുള്ള് തന്നെ പരിപാടി. നമ്മൾ വർക്ക് ചെയ്യും, അത് കാണിച്ചു കൊടുക്കും, അതിൻ്റെ റിവ്യൂ കിട്ടും, അതിലെന്താ മിസ്റ്റേക്സ് ഉള്ളത്. അപ്പോൾ സാർ കുറച്ചുകൂടി നല്ലോണം ചെക്ക് ചെയ്യും എന്തൊക്കെ മിസ്റ്റേക്സ് ഉണ്ട്. ക്ലാസ്സിലുള്ളപ്പോൾ കുറച്ചൊക്കെ എൻകറേജ് ചെയ്യും. നമ്മൾ മോട്ടിവേഷൻ പോകണ്ടെന്നുള്ളൊരു ഇതിൽ എക്സാം ടൈം ആകുമ്പോൾ നമ്മൾ നല്ലോണം ഇതാക്കും, നല്ല ടൈറ്റ് ആക്കും. അപ്പോൾ നമ്മൾ എക്സാം നല്ല ഫ്രീ ആയി ഫീൽ ചെയ്യും, ഈസി ആയി ഫീൽ ചെയ്യും. ഓക്കെ ഓക്കെ ഓക്കെ. ഇടയിൽ ലൈവ് സ്കെച്ച് എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചു. ലൈവ് സ്കെച്ചുകൾ എങ്ങനെയായിരുന്നു പരീക്ഷയ്ക്കായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്? സോ എത്രത്തോളം ലൈവ് സ്കെച്ചുകൾക്കായിട്ട് നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഏതെല്ലാം സമയമാണ്, എവിടേക്കാണ് പോയിരുന്നത്? ലൈവ് സ്കെച്ചിന് മെയിനായിട്ട് നമ്മളിപ്പോൾ കാലിക്കറ്റ് ബ്രാഞ്ചിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ കാലിക്കറ്റ് എന്ന് വെച്ചാൽ ഒരു വലിയ സ്ഥലമാണ്. ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കറങ്ങാനുണ്ട്, കാണാനുണ്ട്. ബിൽഡിങ്സ് ആയാലും പഴയ പഴയ സ്റ്റൈൽ ബിൽഡിങ്സ് ഉണ്ട്, പുതിയ സ്റ്റൈൽ ബിൽഡിങ്സ് ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് ഈ ഒബ്സർവേഷൻ, അതായത് നമ്മൾ ഇമാജിൻ ചെയ്ത് ആദ്യമൊക്കെ ഞാൻ വരയ്ക്കുന്ന സമയത്ത് ആ ഇമേജിന് എന്തോ ഒരു കുറവുള്ള പോലെയാണ് ഫീൽ ചെയ്തത്. ഈ ഒബ്സർവേഷൻ കൂടിയതോടെ നമ്മുടെ ആൾക്കാരുടെ ആക്ഷൻ ആയാലും ഇമോഷൻ ആയാലും സറൗണ്ടിങ്സ് ആയാലും അതൊക്കെ ഈ വരയിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിരുന്നു. ഓക്കെ ഓക്കെ. അപ്പോൾ അതും കൂടെ ആയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വര കുറച്ചുകൂടി മെച്ചപ്പെട്ട്. ഓക്കെ. അതുകൊണ്ട് തന്നെ എനിക്ക് എക്സാമിന് നല്ല മാർക്കും സ്കോർ ചെയ്യാൻ പറ്റിയിരുന്നു. ഓക്കെ ശരി. ഇപ്പം അഫീർ പറഞ്ഞ പോലെ ഒബ്സർവേഷൻ പലരും ശ്രദ്ധിക്കാത്ത കുറേ സംഭവം, ഇപ്പം നമ്മൾ തന്നെ ശ്രദ്ധിക്കാത്ത കുറേ സംഭവം ശ്രദ്ധിക്കാൻ പറ്റും, ചെറിയ ഡീറ്റെയിൽസ് ഒക്കെ. അപ്പോൾ അത് എക്സാമിൽ അല്ലെങ്കിൽ നമ്മളെ വർക്കിൽ അത് വരുമ്പോൾ നല്ലൊരു പ്ലസ് പോയിന്റ് ആയിരിക്കും. ഇംപ്രസ്ഡ് ആവും. ഫാക്കൽറ്റീസ് ആണെങ്കിലും ചിലപ്പോൾ നമ്മൾ എക്സാം ഷീറ്റ് ആൻസർ ഷീറ്റ് കാണുമ്പോൾ പലരും ഇംപ്രസ് ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ലൈവ് സ്കെച്ചുകൾക്ക് പോകുമ്പോൾ ഇന്ന സ്ഥലങ്ങളിൽ തന്നെ പോകണമെന്നുണ്ടോ, അതോ നമ്മൾ പോകുന്ന സ്ഥലങ്ങളെ എല്ലാം ലൈവ് സ്കെച്ചാക്കി മാറ്റാൻ പറ്റുമോ? എങ്ങനെയാണ് ഓരോ ഫീലിംഗ്? നമ്മളെ വീടിന്റെ ഏറ്റവും അടുത്തുള്ള സ്ഥലം പോലും അവിടെ പോയിട്ട് ഓരോ നമ്മൾ തന്നെ കണ്ടുപിടിക്കും ഓരോ പുതിയ സ്ഥലം. ഓക്കെ. ഓരോ ഇടവായി കൂടെ പോയിട്ട് ഓരോ വീടിലേക്ക്, ഓരോ സ്ഥലത്ത് പോകുമ്പോൾ പഴയ വീടുകൾ കാണുമല്ലോ, ഓക്കെ അത് അവിടെ നിന്ന് വരയ്ക്കാം. അപ്പം സിറ്റിയിൽ തന്നെ വേണമെന്നില്ല, ഓക്കെ. നമുക്ക് ഉള്ളോട്ടും പോയിട്ട് ഓരോ സ്പോട്ട് കണ്ടുപിടിച്ച് നമുക്ക് draw- പറഞ്ഞു വരുന്നത് നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നമുക്ക് ഒബ്സർവേഷൻ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഈ ഇരിക്കുന്ന സീന് വേണേൽ ലൈവ് സ്കെച്ച് ചെയ്യാം. ഷുവർ ഷുവർ. അപ്പോൾ ആൾക്കാർ പലരും തെറ്റിദ്ധാരണ ഉണ്ട്, ലൈവ് സ്കെച്ച് എന്ന് പറഞ്ഞാൽ നല്ലൊരു മോണുമെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെറിറ്റേജ് സ്പേസ് ആവണം, അങ്ങനെയൊന്നുമില്ല. വീട്ടിലാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇപ്പോൾ ടേബിൾ മേലെ ഒരു സാധനം ഉണ്ട്, അത് ലൈവ് സ്കെച്ച് ചെയ്യാം. ഓക്കെ ഓക്കെ. സോ ഒരു ഹാബിറ്റ് ആവണം അത്, യെസ്. അല്ലേ? എങ്ങനെയായിരുന്നു ഫാത്തിമ? ഞാൻ ഇതുപോലെ തന്നെ കോഴിക്കോടായ കാരണം കുറേ പ്ലേസസ് ഉണ്ട്. അപ്പോൾ ഈ ക്ലാസ്സിൽ വരുന്ന വഴിക്ക് തന്നെ എവിടെയെങ്കിലുമൊക്കെ വരച്ചിരിക്കും. പിന്നെ ഹോസ്റ്റലിൽ വന്നിട്ടായാലും ഹോസ്റ്റലിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വരക്കും, അങ്ങനത്തെ ഒക്കെ പരിപാടി. ഓക്കെ. പിന്നെ ഈ ലൈവ് സ്കെച്ച് പീപ്പിളായിട്ട് കണക്ട് ചെയ്യാൻ നല്ല ഒരു പരിപാടിയാണ്. ഇപ്പോൾ നമ്മൾ പുറത്ത് ഇവിടെ എക്സാമ്പിൾ മാനേജർ ഇരുന്ന് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. കുറ്റിച്ചിറ അവിടെ കുളമുണ്ടല്ലോ, അവിടെ ഇരുന്ന് വരയ്ക്കുമ്പോൾ ഞാനും കുറച്ച് ബി ഡെസ്സിലെ സ്റ്റുഡൻസും ഉണ്ട്. നമ്മളങ്ങനെ BRK ബി ഡെസ് അങ്ങനെയൊന്നുമില്ല, കുറച്ച് ആൾക്കാർ പോയി. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരാളെ വരച്ച് അയാൾക്ക് കൊടുത്തപ്പോൾ അയാൾക്കൊരു ഹാപ്പിനെസ് ഉണ്ടായി. അപ്പോൾ അങ്ങനെ കുറേ ആക്ടിവിറ്റീസൊക്കെ നടക്കും അതിൻ്റെ ഇടയിൽ. അതും നമ്മളെന്താ പറയുക മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യും, നമുക്ക് കുറച്ച് ഹാപ്പിനെസ്സും കിട്ടും. ഓക്കെ. സെയിം എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. മാനാഞ്ചിറ പോയപ്പോൾ ഒരു ഗ്രാൻഡ് പാരൻസ് രണ്ടാളും ഒറ്റയ്ക്ക് സ്വിങ്ങിൽ നിന്ന് ഇരിക്കുക, ഓക്കെ. ഓരോരുതായ സംസാരങ്ങളിലാണ്. പക്ഷെ ഞാനും എൻ്റെ ഫ്രണ്ടും, ഓള് വേറെ വരയ്ക്കാണ്, ഞാൻ ഓരോ വരയ്ക്കാൻ നോക്കി. അങ്ങനെ വരച്ച് കാണിക്കണമെന്ന് പ്ലാൻ ചെയ്തു. പക്ഷെ ഒരു നോട്ടീസ് ചെയ്ത് ഒരു വന്ന് നോക്കിയപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി. ഓക്കെ. ഓരോ ഫോട്ടോ എടുക്കുക, വിളിച്ച് പറയുക. അപ്പോൾ അത് നമുക്കൊരു മോട്ടിവേഷൻ ആണ്, ഇനിയും ചെയ്യണം, ഇനിയും ആൾക്കാർ വരയ്ക്കണം. അപ്പോൾ അതൊരു ഹാപ്പിനെസ് ആണ്. അത് അത്ര പെർഫെക്റ്റ് ആണെന്നില്ല. ഇപ്പം ഞാൻ വരച്ച സംഭവം ഒന്നും അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല, പക്ഷെ അത് അവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അവർ ഹാപ്പി ആവും. ഈവൺ അത് അവരെ പോലെ ഇല്ലെങ്കിലും അവർ ഹാപ്പി ആവും. അവർക്ക് അവരെ കുറച്ച് ആൾക്കാർ നോട്ടീസ് ചെയ്തല്ലോ, ഇതാക്കിയല്ലോ, ഒരു അത്ര ടൈം എടുത്ത് അവരെ വരച്ചല്ലോ ഉള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് അവരെ ഹാപ്പി ആക്കും. നല്ല രസമാണ്. അവർ എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങൾ അവർക്ക് കിട്ടുമ്പോൾ ആർക്കായാലും ഒരു ഹാപ്പിനെസ് ഉണ്ടാവില്ല. അത് കാണുമ്പോൾ അവർക്കും നമുക്കും സന്തോഷം. ഓക്കെ. അപ്പോൾ അന്ന് വയനാട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത് പറഞ്ഞു. അപ്പോൾ വയനാട്ടിൽ എങ്ങനെയാണ് ഈ ഒരു ആർക്കിടെക്ചറിൻ്റെ ഒരു സ്കോപ്പ്, നിങ്ങൾക്ക് ലൈവ് സ്കെച്ചുകൾക്കായിട്ടുള്ള സ്കോപ്പ് എങ്ങനെയാണ് അവിടെ ഏരിയ വൈസ്? അതോ സിറ്റിയിലേക്ക് വരുമ്പോഴാണ് കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത്? വയനാട് സിറ്റി ഉണ്ട്, അതുപോലെ തന്നെ വൈൽഡ് ലൈഫും ഉണ്ട്, ഓക്കെ എക്സ്പ്ലോർ ചെയ്യാൻ കുറേ സ്ഥലങ്ങളുണ്ട്. ശരി. ആർക്കിടെക്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ വയനാട്ടിൽ
ഇപ്പോൾ ഞാൻ ഇന്ന് ആർക്കിടെക്ചറിന് വരുന്ന സമയത്ത് ഞാൻ 10ാം ക്ലാസ് ആ ടൈമാണ്. ഓക്കെ. അപ്പോൾ ഈ ഫാദറിനോട് മദറിനോടൊക്കെ ആർക്കിടെക്ചറിനെ പറ്റി പറയുമ്പോൾ ആദ്യം അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് എന്താണ് ആർക്കിടെക്ചർ. ഓക്കെ. അപ്പോൾ അതിനെ പറ്റി കുറേ റിസർച്ച് ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ ആരോട് പറയുകയാണെങ്കിലും ആദ്യം ചോദിക്കുന്നത് എന്താണ് ആർക്കിടെക്ചറിൻ്റെ പണി. അപ്പോൾ ആ സമയത്തൊന്നും അത്രക്ക് ഇൻഫ്ലുവൻസ് ആയിട്ടില്ല ആർക്കിടെക്ചർ അവിടെ. പിന്നെ വർഷങ്ങൾ കഴിയുമ്പോൾ കൂടുതൽ ആർക്കിടെക്ചർ ഫേംസും അതേപോലെ ആർക്കിടെക്ട്സും കുറേ ബിൽഡിങ്സും ഒക്കെ അവിടെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. ഓക്കെ. ഇപ്പം ലൈഫ് സ്കെച്ചിങ്ങിനാണെങ്കിൽ തന്നെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലൈഫ് സ്കെച്ചിനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഇപ്പോൾ ആർക്കിടെക്ചറിനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ എന്തായിരിക്കും ഒരു ആർക്കിടെക്ചറിൻ്റെ സൊസൈറ്റിയിലുള്ള റോൾ എന്ന് ചോദിച്ചാൽ ഫ്യൂച്ചർ ആർക്കിടെക്ചറിൻ്റെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? വാട്ട്സ് റോൾ? ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം, ഒരു ലിവിങ് സ്പേസ്. ഏറ്റവും നല്ല ബിൽഡിങ്സ് റിച്ച് പീപ്പിൾ മാത്രം, അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് പോക്കി ഏത് ക്ലാസ്സിലെ ആൾക്കാരായാലും അവർക്കൊരു നല്ല സ്പേസ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ. ഓർക്കും സന്തോഷം വരുന്ന ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്യാം. ലൈക്ക് ഇപ്പോൾ ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഓക്കെ വലിയ വലിയ ആൾക്കാർക്ക് മാത്രം വലിയ വലിയ ബിൽഡിങ് ഒരു നല്ല സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് ക്ലാസ് കുറവുള്ള ആൾക്കാർ ഒരു ചെറിയ സ്പേസിൽ കൂടണം. അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഒഴിവാക്കി ആരെന്നെ വന്നാലും അവർക്ക് നല്ല സ്പേസ്, അവർക്ക് സന്തോഷം കൊടുക്കുന്ന സ്പേസ്. ബിക്കോസ് മെയിൻലി ഹൗസ് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ വീട് പറഞ്ഞാൽ ഒരു പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന സന്തോഷത്തിന്. അപ്പോൾ ആ ഒരു സ്പേസ് നല്ലോണം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ സമാധാനത്തിനാണ് ഒരിക്കൽ വീട്ടിൽ പോകാനുള്ള ഒരു. ഇപ്പം എൻ്റെ കേസിൽ എനിക്ക് ആർക്കിടെക്ചർ എന്താ പറയുക, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സംഭവങ്ങൾ അത്ര ഇഷ്ടമല്ല. മിനിമലിസം ഇഷ്ടമാണ്, പക്ഷേ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സംഭവങ്ങൾ ഇഷ്ടമല്ല. ഈ പണ്ടത്തെ ഇപ്പം കുറേ സ്റ്റൈൽസ് ഇല്ലേ, പഴയ ഗോത്തിക്ക് അങ്ങനത്തെ കുറേ സ്റ്റൈൽസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര മാഗ്നിഫിഷൻ്റാ, കാണുമ്പോൾ ഭയങ്കര രസമാണ്. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ആരും അതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ കുറച്ചും കൂടി ഫ്യൂച്ചറിസ്റ്റിക് സാധനങ്ങളിൽ ഇതൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റണം. ഇപ്പം നമ്മളെ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യൻ കൾച്ചർ ഇൻക്ലൂഡ് ചെയ്തിട്ട് മോഡേൺ സാധനം, അങ്ങനെ ഒരു ഡ്രീം ഉണ്ട്. പക്ഷെ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ എല്ലാവരുടെയും ഇടയിൽ വളരെയധികം സ്ഥലങ്ങളുണ്ടായിരുന്നു, സ്പേസ് ഉണ്ടായിരുന്നു ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ആളുകളുടെ കൈവശം അത്രയധികം ഭൂസ്വത്തുകളുണ്ടായിരുന്നു. നവഡേയ്സ് നമുക്കിപ്പോൾ സിറ്റി ലൈഫിലേക്കൊക്കെ വരുന്ന സമയത്ത് വളരെ കുറഞ്ഞ അളവിലെ ആളുകളുടെ കയ്യിൽ ഭൂമിയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഒരു ആർക്കിടെക്ചറിൻ്റെ വെല്ലുവിളികൾ ഈ ഒരു സ്പേസ് മാനേജ്മെൻറ്റിനകത്ത് എങ്ങനെയൊക്കെ ആയിരിക്കും? ഇപ്പം സാറ് പറഞ്ഞല്ലോ സിറ്റിയിൽ കുറച്ച് സ്ഥലമേ ഉള്ളൂ, അവിടെ വീടെടുക്കാനാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ബിൽഡിംഗ് വെക്കുകയാണെങ്കിൽ എന്താ ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിൽ മെയിൻ റോള് ആർക്കിടെക്റ്റിനാണുള്ളത്. അപ്പോൾ ആർക്കിടെക്ചറിൽ നമ്മൾ പഠിക്കുന്നത് അതാണ്, സ്പേസ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ. അപ്പോൾ ഒരു പക്ഷേ നോർമൽ ഒരു 10 സെൻറ്റുള്ള ഒരു സ്ഥലത്ത് വീട് എടുക്കുമ്പോൾ 2 തട്ടാണെങ്കിൽ ഒരു 3 സെൻറ്റിൽ എടുക്കുമ്പോൾ നമ്മളത് 3 തട്ടാക്കിയാൽ അവിടെ മേലെ ഒരു സ്ഥലം കിട്ടിയല്ലോ. അപ്പോൾ അതേപോലെ അങ്ങനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ അതിന് ആർക്കിടെക്ചറിന് ആവശ്യമുണ്ട്. ഓക്കെ. ഒരു സൊസൈറ്റിയുടെ റീബിൽഡിംഗ് ആണ് ശരിക്കും ആർക്കിടെക്ചേഴ്സ് ചെയ്യുന്നതെന്ന് പറയാം അല്ലേ? ഒരു സൊസൈറ്റിൻ്റെ ഡെവലപ്മെന്റിൽ ആർക്കിടെക്ചറിന് വലിയ റോൾ ഉണ്ട്, പക്ഷെ ആൾക്കാരത് മനസ്സിലാക്കുന്നില്ല. അപ്പം നമുക്കത് മനസ്സിലാക്കണം. തീർച്ചയായിട്ടും നല്ല നല്ല വർക്കുകൾ വരട്ടെ, ആളുകളിലേക്ക് കൂടുതൽ എത്തട്ടെ. ഓക്കെ, നിങ്ങളുടെ ഒരു പഠന രീതികൾ എങ്ങനെയൊക്കെയായിരുന്നു ഈ ഒരു സക്സസ്സിലേക്ക് എത്താനായിട്ട്? സോ അതിലേക്ക് തിങ്കിൻ്റെ ഒരു ഇൻപുട്ട് എങ്ങനെയാണ്, തിങ്കിലേക്ക് വന്നതിന് ശേഷമുള്ള നിങ്ങളുടെ പഠന രീതികൾ? ആക്ച്വലി ഈ JBRനെ പറ്റി അന്വേഷിക്കുമ്പോൾ ശരിക്കും എന്താ പഠിക്കേണ്ടതെന്ന് അറിയില്ലായിരുന്നു. ഇത് ഫസ്റ്റ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് +2ൻ്റെ കൂടെ തന്നെ, അതിൽ വലിയ സ്കോർ കിട്ടിയിട്ടില്ല. അപ്പോൾ ഡ്രോയിങ് എനിക്ക് അറിയുന്നതുകൊണ്ട് അതിൽ കുറച്ച് കിട്ടിയിട്ടുണ്ട്, ബാക്കിയൊക്കെ ഭയങ്കര മോശമായിരുന്നു. ഓക്കെ. അപ്പോൾ ഈ തിങ്കിൽ വന്നതിന് ശേഷം എനിക്കൊരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടിയത്, എന്താണ് പഠിക്കേണ്ടത്, അതായത് ഏതൊക്കെ വഴികളിലൂടെ പോകണം, എങ്ങനെയൊക്കെ നമ്മൾ അന്വേഷിക്കണം. ഇപ്പോൾ ഫെബിൻ സാർ പറയും ഒരു ആർക്കിടെക്റ്റിനെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അയാളുടെ ബിൽഡിങ് അയാൾക്ക് എന്തൊക്കെ അവാർഡ് കിട്ടിയിട്ടുണ്ട്, അത് ചിലപ്പോൾ കണക്ട് ചെയ്ത് വേറെ ആർക്കിടെക്റ്റ് പോകും. ആ ആർക്കിടെക്റ്റും വേറെ ആർക്കിടെക്റ്റും ഒരുമിച്ചൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടാവും, മറ്റേ ആർക്കിടെക്റ്റിനെ പറ്റി നമ്മൾ പഠിക്കും. അതേപോലെ കണക്ട് ചെയ്ത് പഠിപ്പിച്ചു. അതേപോലെ തന്നെ ഈ തിങ്കിൻ്റെ ഗൈഡ് ഉണ്ട്, ഇപ്പോൾ മാത്തമാറ്റിക്സ്. ഇപ്പോൾ മാത്തമാറ്റിക്സ് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഈ തിങ്കിൻ്റെ മാത്സിൻ്റെ ബുക്കിൽ നിന്നാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുക. ഞാൻ പഠിച്ചതിന് ശേഷം ഞാൻ ഒരു ഡെഡ് ലൈൻ ഇടും, അതായത് ഇന്ന് 10 ചെയ്തിരിക്കും, അല്ലെങ്കിൽ ഇന്ന് നാളെയും കൂടെ ആയിട്ട് 10 ചെയ്തിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ക്ലാസ് കഴിഞ്ഞാൽ അന്നെ പോയിട്ട് ഒരു 5 ക്വസ്റ്റ്യൻ കുറച്ച് ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ. അതേപോലെ പിന്നെ ആർക്ക് അവയർനെസ് ആണെങ്കിൽ തിങ്കിൻ്റെ ബുക്കിൽ തന്നെ അത്യാവശ്യം കുറേ ആർക്കിടെക്ചറിനെ പറ്റി പറയുന്നുണ്ട്. ഇപ്പോൾ ഫെബിൻ സാർ പറയും നിങ്ങൾ ആദ്യം ഈ ബുക്ക് തീർക്ക് എന്നിട്ട് പുറത്തുനിന്ന് പഠിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ശ്രമിച്ച ബുക്ക് തീർക്കാനാണ്. ബുക്ക് തീർത്തു, പിന്നെ പുറത്തുനിന്ന് പഠിക്കാൻ തുടങ്ങി. പിന്നെ ഇത് പഠിച്ച് പോകുമ്പോൾ പിന്നെ ഇത് തീരുന്നില്ല, പഠിച്ച് ഇതിനൊരു എൻഡില്ല ആർക്ക് അവയർനെസ്സിന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ പഠിച്ചു, കുറേ ഓർമ്മ ഉണ്ടായി.
പിന്നെ മാക്സിമം റിപ്പീറ്റ് ചെയ്തു. അതായത് വായിച്ചു. ഒരു 1-2 ആഴ്ച കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ആർക്കിടെക്ചർ മറന്നു പോകും. നമ്മൾ പിന്നെ ഒന്ന് വായിച്ചു പോകും. എപ്പോഴും ഇത് ഇൻട്രസ്റ്റിംഗ് ആണ് ഇത് വായിക്കാൻ. ഒരു ഇതിനെപ്പറ്റി ഇഷ്ടമുള്ള ഒരാൾക്ക് ഇതെപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് മെമ്മറിയിൽ സോളിഡ് ആയിട്ട് നിൽക്കും. അതുകൊണ്ട് തന്നെ ഉഷാറാക്കി എക്സാം. ഇപ്പം ഈ ആർക്ക് അവയർനെസ് ഒക്കെ പഠിക്കാൻ നമുക്ക് ഈ സോഷ്യൽ മീഡിയ ഒക്കെ നല്ല യൂസ്ഫുൾ ആണ്. ഇപ്പോൾ ഈ ജെഇ നീറ്റ് അങ്ങനത്തെ എൻട്രൻസ് ഒക്കെ ആകുമ്പോൾ പൊതുവെ ആൾക്കാർ മൈൻഡ് സെറ്റിൽ എന്താ നമ്മൾ ജെഇ ആണല്ലോ, പക്ഷെ ജെഇ ബിആർക്കാണ്. അപ്പോൾ ജെഇ എന്ന് പറയുമ്പോൾ ആൾക്കാർ ചോദിക്കും നിങ്ങൾ ഇങ്ങനെ ഫുള്ള് പ്ലേഫുൾ ആണല്ലോ, എന്താ ഇരുന്ന് പഠിക്കാത്ത, അത്ര ടൈം സെറ്റ് ഒന്നും അല്ലല്ലോ. ഇപ്പോൾ ജെഇ നീറ്റൊക്കെ പൊതുവെ എന്താണ് അതിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഇരുന്ന് പഠിക്കണം. ഒരു ദിവസം 5 മണിക്കൂർ 8 മണിക്കൂർ കുറേ ക്വസ്റ്റ്യൻസ്. നമുക്ക് അങ്ങനല്ല, നമുക്ക് ഫോണിൽ കളിക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഫോണിൽ ഇങ്ങനെ പഠിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും റെഫർ ചെയ്യുമ്പോൾ എൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ ഗ്രാൻഡ് പാരൻസിന് തീരെ ഐഡിയ ഇല്ല. അപ്പോൾ അവരിങ്ങനെ ചോദിക്കും എന്താ ഫോണിൽ കളിക്കുന്നത് പഠിക്കാനില്ലേ, സംഭവം ഞാൻ റെഫർ ചെയ്യലാണ്. അപ്പോൾ നമുക്ക് ഇൻ്റർനെറ്റിൽ റെഫർ ചെയ്ത് പഠിക്കാനുണ്ട്, സോഷ്യൽ മീഡിയ കൂടി കിട്ടാനുണ്ട്. ഇപ്പോൾ കുറേ സോഷ്യൽ മീഡിയയിൽ കുറേ അക്കൗണ്ട്സ് ഒക്കെ ഉണ്ടാവും. ആർക്കിടെക്ചർ ഇപ്പോൾ ഈ എൻട്രൻസിനെ ബേസ് ചെയ്തിട്ടുള്ള കുറേ ഇതൊക്കെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസും കണ്ടൻറ്റൊക്കെ വരുന്നത്, അതൊക്കെ ഫോളോ ചെയ്ത് അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കത് ഓർമ്മയിൽ നിൽക്കും. അങ്ങനെയും പഠിക്കുക, പിന്നെ ഡിസ്കസ് ചെയ്ത് പഠിക്കുക. ഇപ്പം അഫീറിന് കുറച്ച് അറിവ് കിട്ടിയിട്ടുണ്ടാവും, അഫീർ പഠിച്ചിട്ട് താനിയൊക്കെ കുറച്ച് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ ക്ലാസ്സിൽ വന്നിട്ട് ഒരു ദിവസം അത് ജസ്റ്റ് നോർമൽ കാഷ്വൽ ടോക്കിൽ അത് വന്നാൽ ചിലപ്പോൾ അത് ഫിക്സ്ഡ് ആവും മൈൻഡിൽ. അപ്പോൾ എൻട്രൻസ് ആകുമ്പോൾ ജസ്റ്റ് ഓപ്ഷൻ ടിക്ക് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഓപ്ഷൻ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താവും ഓർമ്മ വരും. അപ്പോൾ നമ്മളത് ടിക്ക് ചെയ്യുക. അങ്ങനെ കുറേ ഉപകാരങ്ങളുണ്ട്. ഇങ്ങനെ ഈ പഠിക്കാൻ കുറേ ഈസി മെത്തേഡ്സ് ഉണ്ട്. അതാണ് ഒരു ആർക്ക് അവയർനെസ്സിൻ്റെ ഒരു പ്രത്യേകത. ഫാത്തിമ, അപ്പോൾ ഞാൻ ഫാത്തിമയോട് ചോദിക്കുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ആക്ടിവിറ്റി ബേസ്ഡ് സ്റ്റഡീസ് വർക്ക്ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ തിങ്കിൽ. അപ്പോൾ വർക്ക്ഷോപ്പുകളിലൊക്കെ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് ഈ സ്കിൽസിനെ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കാൻ പറ്റിയിരുന്നോ? കുറേ ഐഡിയാസ് കിട്ടും. ലൈക്ക് നമ്മൾ മാത്രമല്ല അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, ലൈക്ക് കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ടോപ്പിക്ക് തരുമ്പോൾ നമ്മൾ ചെയ്യുന്നതും അതേ ടോപ്പിക്കിൽ ബാക്കിയുള്ളവർ ചെയ്യുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ചില സമയത്ത് നമ്മൾ ഭയങ്കര ഇമ്പ്രസ് ആവും ബാക്കിയുള്ളവർ, എന്നിട്ട് നമ്മൾ അവരുടെ ഐഡിയ കൂടി നമുക്ക്. അപ്പോൾ ഇതെല്ലാം ലൈക്ക് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ ലൈക്ക് നല്ലൊരു ഇതാണ്. അപ്പോൾ വർക്ക്ഷോപ്പും പിന്നെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് ഇനി, അതൊക്കെ നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഫാത്തിമ പറഞ്ഞ പോലെ ഈ ഐഡിയാസ് എക്സാമിൻ്റെ സമയം വരുമ്പോൾ നമ്മളെ ഐഡിയാസ് എല്ലാം നമുക്ക് ആദ്യം ഓർമ്മ വരാം. നമ്മൾ ഫ്രണ്ട്സ് ചെയ്ത ഐഡിയാസ് അല്ലെങ്കിൽ സാറൊക്കെ പറഞ്ഞ ഐഡിയാസേക്കും നമുക്ക് ആദ്യം ക്ലിക്കാവാം. ചിലപ്പോൾ അതിനെ കൊണ്ടായിരിക്കും നമുക്ക് മാർക്കും കൂടാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഏതൊക്കെ ഐഡിയാസ് എവിടെ നിന്നൊക്കെ കിട്ടിയാലും അത് നോട്ട് ചെയ്യാം. അത് എപ്പോഴും നമ്മൾ ഐഡിയാസിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. രണ്ടും ഫ്യൂസ് ചെയ്ത് നോക്കാം, നമ്മുടെ ഐഡിയാസും ഓരോ ഐഡിയാസൊക്കെ ആയിട്ട്. സോ ഒരേ വേവ് ലെങ്ത്തുള്ള ഒരേ ലക്ഷ്യമുള്ള ഒരു മോബിൻ്റെ കൂടെ ഇരുന്ന് പഠിക്കുമ്പോൾ അത് കുറേ കൂടെ ഹെൽപ്ഫുൾ ആണ് കൺസെപ്റ്റ് ഷെയർസിന്. ശരിയല്ലേ? ഓക്കെ, നമുക്കിപ്പോൾ ഡ്രോയിങ്ങിനെ പറ്റി നമ്മൾ കുറേ അധികം സംസാരിച്ചു. നമുക്കത് അടുത്ത 2 സെഷനിലേക്ക് ആപ്റ്റിറ്റ്യൂഡ് പാർട്ടും മാത്തമാറ്റിക്സിൻ്റെ പാർട്ടും എങ്ങനെയായിരുന്നു ആ പഠിത്തത്തിൻ്റെ രീതി? കാരണം ചില വിദ്യാർത്ഥികളൊക്കെ ചിന്തയുണ്ടാവും ഇത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് കമ്പൽസറി സബ്ജക്ട്സ് ആയതുകൊണ്ട് മാത്സൊക്കെ ആ ലെവലായിരിക്കും. സോ എങ്ങനെയാണ് മാത്സിൻ്റെ ആപ്റ്റിറ്റ്യൂഡിൻ്റെയും ഒരു റോൾ ആൻഡ് നിങ്ങളെ പഠന രീതികൾ? ഇപ്പം മാത്സ് മാത്രമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ ഇല്ല, ശരിക്കും പറഞ്ഞാൽ ഇല്ല. ഈ നമ്മൾ പഠിക്കുന്ന ആർക്ക് അവയർനെസ്സിൽ ഒരു ചെറിയ ഭാഗം ഞാൻ വന്നാലായി, പക്ഷേ അങ്ങനെ ഇല്ല, സബ്ജക്റ്റ് ആയിട്ടില്ല. മാത്സ് ആണ് മെയിനായിട്ട് സബ്ജക്റ്റ് ആയിട്ടുള്ളത്. മാത്സ് ടഫാണ്, ടഫല്ല എന്ന് പറയാനില്ല. എന്തായാലും ജെഇ ആണ്, അപ്പോൾ ജെയിൻ്റെതായ ഒരു സാധനം ഉണ്ടാവുമല്ലോ. ജെഇ മെയിൻസ് ഉണ്ടല്ലോ, ബിടെക്കിന് എക്സാം നടത്തുന്ന സെയിം ആൾക്കാർ തന്നെയാണ് നമുക്ക് എക്സാം നടത്തുന്നത്. അപ്പോൾ അതിൻ്റെതായ മാത്സിൽ ടഫ്നെസ് ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യണം. ജെഇ മെയിന് പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ മാത്സ് നമ്മൾ എന്തായാലും പ്രിപ്പയർ ചെയ്യണം, ഡെയിലി വർക്കൗട്ട് ചെയ്യണം. ഇപ്പം മാത്സ് ക്ലാസ് എടുത്ത് അന്ന് വീട്ടിൽ പോവുക, അന്നെടുത്തത് എന്താ പറയുക റിവൈസ് ചെയ്യുക, ആ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ മാത്സിൽ എന്തായാലും നമുക്ക് മെച്ചം ഉണ്ടാവുള്ളൂ. ബാക്കി ഇതുപോലെ സബ്ജക്ട്സ് പോലെ അത്ര സിമ്പിൾ അല്ല മാത്സ്. ടൈം മാനേജ്മെന്റ് എങ്ങനെയായിരുന്നു ഓവർകം ചെയ്തിരുന്നത്? ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇയർ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ലൈക്ക് ഇങ്ങനെ സ്ട്രെസ്ഡ് ആവേണ്ട ഒരാവശ്യമേ ഇല്ല. കാരണം ആർക്ക് അവയർനെസ് ഒക്കെ ഇങ്ങനെ ബൈ ഹാർട്ട് പഠിക്കാനില്ലല്ല. നമ്മളിങ്ങനെ ഒന്ന് കാണും, ലൈക്ക് അത് എന്താണെന്ന് നമ്മളിങ്ങനെ പഠിക്കും. നമ്മൾ എല്ലാം നമുക്കിങ്ങനെ ഇപ്പം നമ്മളൊരു ലൈറ്റിനെ കുറിച്ച് പഠിച്ചു, നമ്മൾ പിറ്റേ ദിവസം ക്ലാസ്സിൽ വന്നാൽ നമുക്കത് മനസ്സിലാവും, ഓ ഇതുകൊണ്ടാണ് ഇതിങ്ങനെ അങ്ങനെയൊക്കെ. അപ്പം നമുക്കത് മറക്കൂല. അതുകൊണ്ട് തന്നെ ആർക്ക് അവയർനെസ് ലൈക്ക് തീരെ സ്ട്രെസ്ഡ് ആവേണ്ട ആവശ്യമില്ലേ. പിന്നെ മാത്സ് ആണ് കുറച്ചും കൂടി കഷ്ടപ്പാട്. ഇപ്പം
ഡെയിലി മാത്സിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കും. ലൈക്ക് എന്തായാലും പക്ഷെ ആർക്ക് അവയർനെസ്സിന് പ്രിപ്പയർ ചെയ്യണം. പക്ഷെ എന്താ ചെയ്യുക, ഇങ്ങനെ സ്ട്രെസ്ഡ് ആവേണ്ട തീരെ ആവശ്യമില്ല. ലൈക്ക് നമ്മൾക്ക് എന്താ പഠിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആർക്ക് അവയർനെസ് ഇങ്ങനെ ഓരോ ടോപ്പിക്ക് നോക്കുക, അതായിട്ട് ലൈക്ക് സെർച്ച് ചെയ്യുക. അപ്പം നമുക്ക് കുറേ എന്തൊക്കെയോ വിവരം കിട്ടും. പിന്നെ ഈ ആർക്ക് അവയർനെസ് മാത്രമല്ലാണ്ട് വേറെ സംഭവം ഉണ്ട്. സാർ ഇപ്പോൾ ആപ്റ്റിറ്റ്യൂഡിൻ്റെ ചോദിച്ചല്ലോ, ആപ്റ്റിറ്റ്യൂഡിൽ ആർക്ക് അവയർനെസ് ഇൻക്ലൂഡഡ് ആണ്. രണ്ട് വേറൊരു പാർട്ടുണ്ട് കംപ്ലീറ്റ്ലി ആപ്റ്റിറ്റ്യൂഡ് തന്നെ, ലോജിക്കൽ റീസണിങ്, പിന്നെ അരിത്തമെറ്റിക്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അതൊന്നും എന്താക്കാൻ പറ്റില്ല, തലേ ദിവസം പഠിച്ചാൽ കിട്ടില്ല. അപ്പോൾ ആ 1 ഇയർ ഫാത്തിമ പറഞ്ഞ പോലെ 1 ഇയർ ടൈം ഉണ്ടല്ലോ, ആ 1 ഇയർ ടൈം ഫുള്ളി നമ്മൾ എന്താക്കണം, പ്രാക്ടീസ് ചെയ്യണം. ഇപ്പം നമുക്ക് അരിത്മെറ്റിക്സും പിന്നെ ആപ്റ്റിറ്റ്യൂഡും എനിക്ക് തോന്നുന്നൊരു 3-4 മാസം കൊണ്ട് ഏകദേശം ബുക്ക് തീർന്ന്, തിങ്കിലുള്ള ബുക്ക് തീർന്ന്. പിന്നെ ടീച്ചേഴ്സ് എന്താ ചെയ്യുക വെച്ചാൽ ക്ലാസ്സിൽ വരും, ഫുൾ റിവിഷൻ. അപ്പോൾ ചെയ്ത സാധനം തന്നെ ചിലപ്പോൾ പിന്നെ കാണും. അപ്പോൾ എന്താവും, അത് ഫിക്സ്ഡ് ആവും. അപ്പോൾ ചിലപ്പോൾ എക്സാമിന് അതേ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതാണ്, അത് റിപ്പീറ്റ് ചെയ്താലാണ് അത് ഡെവലപ്പ് ആവുള്ളൂ. അധികവും എത്ര സാധനങ്ങളുണ്ട് കൗണ്ട് ചെയ്യാൻ. ഇപ്പോൾ കൗണ്ടിങ് ഒക്കെ പൊതുവെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പക്ഷെ ആ ടൈം മാനേജ് ചെയ്ത് ചെയ്യണമെങ്കിൽ പ്രാക്ടീസ് തന്നെ വേണം. സ്റ്റോപ്പ് വാച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാറുണ്ടോ? ടൈമറായിട്ട് എന്തെങ്കിലും യൂസ് ചെയ്യാറുണ്ടോ? ടൈമറായിട്ട് ഫോൺ തന്നെ. ഇപ്പം തിങ്ക് തന്നെ നമുക്ക് ടൈമർ വെച്ച് പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോൾ നാറ്റിൻ്റെ പ്രാക്ടീസ് വരുമ്പോൾ, നാറ്റക്ക് ടൈമിൻ്റെ വരുമ്പോൾ, അപ്പോൾ നമുക്ക് ടൈമറൊക്കെ വെച്ച് ഇതാക്കിയിരുന്നു. അത് ജയിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് ലാസ്റ്റേക്ക്. ഇപ്പം ക്ലാസ് ടെസ്റ്റുകൾ, തിങ്കിലെ ക്ലാസ് ടെസ്റ്റുകളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഡെയിലി ആയിട്ട് നിങ്ങൾക്ക് തരാറുണ്ടായിരുന്നു? അതോ എങ്ങനെയായിരുന്നു നിങ്ങളൊരു പെർഫോമൻസ്, അതിൻ്റെ ഇവാലുവേഷൻ? തിങ്കിലെ ക്ലാസ് ടെസ്റ്റ് ഇപ്പോൾ വീക്ക്ലി 2 ടെസ്റ്റ് ഉണ്ടാവലുണ്ടല്ലോ. ഒരു ചെറിയ ടെസ്റ്റ് ഉണ്ടാവും. ആ ടെസ്റ്റിൽ ഫോണിലായതുകൊണ്ട് പെട്ടെന്ന് കഴിയും. പിന്നെ ഇൻ്റർ ബ്രാഞ്ച് വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി സ്ട്രെസ്ഡ് ആവുക. ഇപ്പോൾ എനിക്കൊക്കെ ഇൻ്റർ ബ്രാഞ്ചിൽ ഞാൻ ടോപ്പ് 10 1-2 വട്ടം ഇങ്ങനെ കയറിയുള്ളൂ, ബാക്കി ഫുള്ള് താഴത്തേനും. അപ്പോൾ എല്ലാ വട്ടം ഉപയോഗിക്കും, എന്താണ് ടോപ്പിലെത്തിയാലേ ലാസ്റ്റ് എക്സാമിന് ടോപ്പിലെത്തുള്ളൂ എന്നൊക്കെ. അപ്പം ഞാൻ ഓരോ റീസൺസ് പറഞ്ഞ് ഭാഗ്യത്തിന് ലാസ്റ്റ് ഇവിടെ എത്താൻ പറ്റി. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് തിങ്കിലെ ക്ലാസ് ടെസ്റ്റും ഇൻ്റർ ബ്രാഞ്ചും ഒക്കെ ടഫായിരുന്നു ഇതിനെക്കാട്ടിയും, ഈ എക്സാമിനെ കാട്ടിയും. അപ്പോൾ എന്തായി, എനിക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് കിട്ടി, നല്ല കോൺഫിഡൻ്റ് ആയി. ഇപ്പോൾ JEE ഒക്കെ എഴുതുമ്പോൾ ഞാൻ ഭയങ്കര കൂൾ, എൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഭയങ്കര ടെൻസ്ഡാണ്. അപ്പോൾ ഞാൻ ഭയങ്കര കൂളായിട്ട്, ഇവർ വിചാരിക്കുന്നത് എന്താണ്, നമ്മൾ ഇതിന് പ്രിപ്പയർഡ് അല്ല എന്നുള്ള രീതിയിലുള്ളൊരു സംഭവമാണ്. പ്രിപ്പയർഡ് ആണെങ്കിൽ ടെൻസ്ഡ് ആവുമല്ലോ പൊതുവേ, അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പോയി ഇങ്ങനെ, ഇപ്പോൾ ഇവർ എന്താണ് സംഭവം ഇങ്ങനെ, ഇപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഇവരെന്നെ നെട്ടി, റിപ്പീറ്റ് ചെയ്യാൻ എന്താ ടെൻഷൻ ഇല്ലയൊക്കെ ചോദിച്ചു. ഒരു വട്ടം എഴുതാൻ പോയപ്പോൾ അങ്ങനെ ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞു ഇല്ല, പേടിക്കാൻ എന്താ ഉള്ളത്. അതാണ് ഇതിൽ മെയിൻ കീ. ഈ തിങ്കിത്തെ ക്ലാസ് ടെസ്റ്റിൽ നിന്ന് എനിക്ക് കിട്ടിയ മെയിൻ ഒരു ഉപകാരം, കോൺഫിഡൻസ് കിട്ടി, ടൈം മാനേജ്മെൻറ്റ് കുറച്ചുകൂടി ബെറ്ററായി. പ്രധാനമായും നേരിട്ട ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു ഈ ഒരു അക്കാഡമിക് ഇയറിൽ? ബിക്കോസ് കുറച്ചുകൂടെ മാത്സ് ഓറിയൻറ്റഡ് ആണ് ഈ പഠനം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ പ്രധാനമായിട്ട് നേരിട്ട ചലഞ്ചസ് എന്തൊക്കെയായിരിക്കും? മെയിനായിട്ട് ഞാൻ നേരിട്ട ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈം തന്നെ. ആർക്ക് അവയർനെസ്സും പഠിക്കാനുണ്ട്, അതിൻ്റെ കൂടെ ഡ്രോയിങ്ങും ഉണ്ട്. 1 വർഷമുണ്ട് നമുക്ക് ശരിക്ക് മാത്സ് ഒക്കെ പഠിക്കാൻ. പക്ഷേ ആദ്യം 1-2 മാസമൊന്നും മാത്സ് നോക്കിയില്ല, അത് നെവർ മൈൻഡ് ആക്കി. പിന്നെ അവസാനം എത്തിയപ്പോൾ ടെൻഷൻ വന്നു, ഇത് പഠിക്കണ്ടേ, ഇത് പഠിച്ചാലേ എവിടെയെങ്കിലും എത്തൂ. അപ്പോഴാണ് ഞാൻ മാത്സ് തുടങ്ങുന്നത്. അപ്പം തന്നെ എന്തായി, ആർക്ക് അവയർനെസ് പഠിച്ച് കുറേ എത്തി, ഇതും നോക്കണം അതും നോക്കണം. അവസാനം മാത്സ് ഞാൻ ഈ മെയിനായിട്ട് ഞാൻ മൺഡേ ടു ഫ്രൈഡേ പ്രാക്ടീസ് ചെയ്യാണ്. ഈ ശനി ഞായറുമാണ് ഒഴിവുണ്ടാവുക സാധാരണ. മൺഡേ ടു ഫ്രൈഡേ പ്രാക്ടീസ് ചെയ്തിട്ട് ശനിയും ഞായറും ഞാൻ പുതിയ ഒരു പാഠം പഠിക്കും. മൺഡേ ടു ഫ്രൈഡേ പിന്നെയും ക്വസ്റ്റ്യൻസ് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ എനിക്ക് ആർക്ക് അവയർനെസ് നോക്കാൻ സമയമുണ്ട്. സോ തിങ്കിലെ ആക്ടിവിറ്റികൾ കൂടെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒന്നാണ് അവിടുത്തെ സെലിബ്രേഷൻസും. സോ എങ്ങനെയുണ്ടായിരുന്നു തിങ്കിലെ ആഘോഷങ്ങൾ? ആഘോഷങ്ങളൊക്കെ സെറ്റായിരുന്നു. ഇപ്പോൾ നമ്മളെ കരിയറിലെ നമ്മൾ ഇത് BRക്ക്, പിന്നെ BDS ആണെങ്കിൽ BDS, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് സെലിബ്രേഷൻസ് നമ്മൾ എന്താക്കി സെലിബ്രേറ്റ് ചെയ്തു. അത് അതിൽ എനിക്കൊരു യുണീക്കായിട്ടൊരു സംഭവം തോന്നി. ഇപ്പോൾ ഓണമാണ് തിങ്കിലെ ഏറ്റവും വലിയ പരിപാടി. അപ്പോൾ അതിൽ നമുക്ക് ഈ വർഷത്തെ തീമിൽ ഒരു 5 കാറ്റഗറി ഉണ്ടായിരുന്നു, 5 തീംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു തീമിൻ്റെ ഡിസൈൻ ഹെഡ് ഞാനായിരുന്നു. അപ്പോൾ എനിക്ക് അതിൽ കുറേ ഉപകാരം ഉണ്ടായി. ഇപ്പോൾ BDS ആയിട്ടുള്ള കുട്ടികളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ അവരെ ചിന്താഗതി അവരെങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഏത് വേയിലാണ് അവർ ക്രിയേറ്റീവ് ആകുന്നത്. അപ്പോൾ അങ്ങനെ അവരോട് ചർച്ച ചെയ്ത്, BRക്കുള്ള കുട്ടികളോട് തന്നെ ചർച്ച ചെയ്ത്, എന്നിട്ട് ഒരു തീം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു സാധനം ഡിസൈൻ ചെയ്ത്
അത് ശരിക്കും ഉണ്ടാക്കി ലൈവായിട്ട് കൊണ്ടുവന്ന് അങ്ങനെ കുറേ സംഭവമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇപ്പം പഠിക്കുന്ന സംഭവം അല്ലാണ്ട് ആർക്കിടെക്ചർ കോഴ്സിൽ എന്താ ചെയ്യുന്നത് അത് ഇപ്പോഴേ ചെയ്ത പോലെയൊക്കെ ഒരു ഫീലിംഗ് വരും. നമ്മൾ ഡിസൈൻ ചെയ്ത് ഫസ്റ്റ് പേപ്പറിൽ വരയ്ക്കണം, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ശരിക്കും ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെ ഒരു ഫൺ ആക്ടിവിറ്റി ആയിരുന്നു ആ ഓണത്തിൻ്റെ സമയത്ത്. പിന്നെ അത് കഴിഞ്ഞ് ഓണം സെലിബ്രേഷൻ ഉണ്ടായി, അത് അടിപൊളിയായിരുന്നു. സോ ഇപ്പോൾ തിങ്കിലെ ഈ ആഘോഷങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റ്സ് അല്ലെങ്കിൽ ഒരു നെവർ ഫോർഗറ്റിംഗ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടൊന്നും എടുത്ത് പറയാമോ? മെയിനായിട്ട് ഓണം സെലിബ്രേഷൻ തന്നെയാണ്. സാധാരണ നമ്മൾ സ്കൂളിലും ഹയർ സെക്കൻഡറിയിലൊക്കെ കണ്ടുവരുന്നതിനെക്കാട്ടും ഭയങ്കര വ്യത്യാസമാണ് എടുത്ത് തോന്നുന്നു. ഒരു കോൺസെപ്റ്റും ആൾക്കാർ ഫുൾ തിരക്കാണ്. ഞാൻ തലേന്ന് അവിടെ സഹായിക്കാനുണ്ടായിരുന്നു. ഓരോ പരിപാടിയിലും അവിടെയും ഇവിടെയും പോയി എല്ലാവരെയും സഹായിക്കും. അപ്പോൾ ഈ വീഡിയോ ഷൂട്ടിംഗ് ഉണ്ട് അതിൻ്റെ ഇടയിലായിട്ട് ഈ കോൺസെപ്റ്റിനെ പറ്റിയിട്ട്, അതിലും ഞാൻ കൂടി കൊടുത്തിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്തിട്ട്. ഇതേപോലെ ഒരു യുണീക്ക് ഓണം ഞാൻ ആദ്യമായിട്ടാണ് കൂടുന്നത്. ഓക്കെ. അത് ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. ഓരോരുത്തരുടെ ചിന്താഗതിയും ഓരോരുത്തരും ഓരോ കോൺസെപ്റ്റ് പറയുമ്പോൾ നെട്ട് അതിപ്പോൾ നമ്മളെ കോൺസെപ്റ്റ് തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. എന്താ പറയുക, ഓണായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയൊരു സംഭവമല്ല, പക്ഷെ അത് നമ്മളിങ്ങനെയൊക്കെ കണക്ട് ചെയ്ത്. ഓക്കെ. അപ്പോൾ അതൊരു ക്രിയേറ്റിവിറ്റീനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പിന്നെ ഈ കരിയറായിട്ട് ബേസ് ചെയ്ത് നമ്മളെ ഈ ഡ്രോയിങ്ങും ക്രിയേറ്റിവിറ്റിയും ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് വളരെയധികം രസമുണ്ടായിരുന്നു. താനിയ? നമ്മളെ ടീം മൾട്ടിവേഴ്സ് ചെയ്യും. ഓക്കെ. അപ്പം മൾട്ടിവേഴ്സ്. യെസ്. ഓക്കെ. അപ്പോൾ ഒരു ടീമിന് ഞാൻ ചെയ്യുന്നു, പക്ഷെ എല്ലാ ടീമിലും ചാടി ചാടി ഓരോ ആൾക്കാരെ വർക്കൊക്കെ കണ്ട് ഒരു ഹെൽപ്പ് ചെയ്ത് ഓക്കെ. അതിൻ്റെ കൂടെ നമുക്കൊരു മെയിൻ ഡേ ഉണ്ടാവുമല്ലോ പരിപാടിയുള്ള ദിവസം, അതെ. അത് മാത്രം കാണിക്കല് എല്ലാ പരിപാടി, ഡാൻസ്, പാട്ട് എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാത്തിലും എങ്ങനെയൊക്കെ ഇൻവോൾവ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഓരോ ഡാൻസിൻ്റെ പ്രാക്ടീസും, ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ ഓടും, പാട്ട് പാടാൻ ഓടും. അപ്പോൾ അതൊക്കെ നല്ല ഹരയായിരുന്നു. ലൈക്ക് സ്കൂളിൽ അത്രയും മൊമെന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ഓക്കെ. സ്കൂളിൽ പറഞ്ഞാൽ ഒരു സദ്യ ഉണ്ടാവും, സ്റ്റേജിൽ കുറച്ച് പരിപാടി ഉണ്ടാവും, വേണമെങ്കിൽ പോവാം അല്ലെങ്കിൽ നിർബന്ധമില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഒരു യൂണിറ്റി ഉണ്ട്. ബീഡസ് ആയാലും VR-ക്കായാലും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, നിർബന്ധമാണ്. Okay. ഒരാൾക്ക് വേഗം പോവാ അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഓരോ റോളുണ്ട്, ഓരോ അസൈൻ ചെയ്ത റോളുണ്ട്. അത് ചെയ്യുക, വൃത്തിക്ക് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. ആക്ച്വലി ഓണം നല്ല അടിപൊളിയായിരുന്നു. ലൈക്ക് എന്താ പറയുക, ബീഡേഴ്സും VR-ക്കും നമ്മൾ കുറച്ച് ആൾക്കാർ ലൈക്ക് ഒരു ഫാമിലി എന്തോ പരിപാടി പോലെ ഉണ്ട്. കാരണം അത്ര ആൾക്കാരുള്ളൂ, പിന്നെ നമ്മൾ തന്നെ എല്ലാം ചെയ്യുക. ആൻഡ് ലൈക്ക് ഡാൻസ് ആയാലും പാട്ടായാലും എല്ലാവരും ചെയ്യുന്നുണ്ട്, എല്ലാവരും ഫ്രീ ആയി ചെയ്യുന്നത്. ആൻഡ് നല്ല രസമുണ്ട്. സോ നമ്മൾ നേരത്തെ നിങ്ങളുടെ ഡേ 1 കുറിച്ച് സംസാരിച്ചു. കണ്ടിന്യൂസ് ആയിട്ടുള്ള തിങ്കിൽ നിങ്ങൾ അക്കാഡമിക് ഇയറിനെ കുറിച്ചും ചർച്ച ചെയ്തു. അതിനുശേഷം നിങ്ങൾ പരീക്ഷ അറ്റൻഡ് ചെയ്തു, റിസൾട്ട് വന്നു, ഈ ഒരു സ്കോർ നിങ്ങൾ എത്തി. സോ ഇവിടെ നിന്ന് ഒരു 1 ഇയർ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഡേ 1 നിന്ന് നിങ്ങൾക്കറിയാം അല്ലേ? സോ ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ ആസ്പിറൻസിനോട് നിങ്ങൾക്ക് എന്താണ് ആ ഒരു ഡേ 1 മുൻനിർത്തിക്കൊണ്ടും ഈ റിസൾട്ടിനെ മുൻനിർത്തിക്കൊണ്ടും പറയാനുള്ളത്? അപ്പോൾ എനിക്ക് തോന്നിയൊരു സംഭവം, പലരും ആർക്കിടെക്ചറിന് എന്തിനാണ് റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ആർക്കിടെക്ചറിന് റിപ്പീറ്റ് ചെയ്തതിന് ഉപകാരം ഉണ്ടാവുമെന്ന് എനിക്കിപ്പോൾ പ്രൂവായി. എൻ്റെ കേസിൽ തന്നെ എന്നോട് പലരും പറഞ്ഞതാണ് 1 ഇയർ എഞ്ചിനീയറിംഗ് ഒക്കെ ആണെങ്കിൽ ഓക്കെ, MBBS ഒക്കെ ആണെങ്കിൽ ഓക്കെ, റിപ്പീറ്റ് ചെയ്താൽ നല്ല കോളേജ് കിട്ടും. അപ്പോൾ ആർക്കിടെക്ചറിന് നല്ല കോളേജ് ഇല്ലാണ്ടല്ല, NIT നല്ല കോളേജാണ്, SPA നല്ല കോളേജാണ്, വലിയ വലിയ കോളേജ് ആർക്കിടെക്ചറിനും ഉണ്ട്. അപ്പോൾ ഇത് നമ്മളെ കരിയറിനെ നല്ലോണം ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഒരു പ്രൈവറ്റ് കോളേജ് പഠിക്കുന്നതിനെക്കാട്ടി നല്ല സെൻട്രലി എയ്ഡഡ് നല്ലൊരു കോളേജ് പഠിച്ചാൽ നമുക്ക് അതിൻ്റെതായ മെച്ചം നമ്മളെ കരിയറിൽ വരും. നമ്മളെ പോർട്ട്ഫോളിയോയിൽ അത് കാണുമ്പോൾ തന്നെ ആർക്കിടെക്ചറിന് മനസ്സിലാവും നിങ്ങൾക്ക് ഇത്ര കഴിവുണ്ടെന്ന്. ഒരു പക്ഷേ സാധാ ഒരാൾക്ക് മനസ്സിലാവണമെന്നില്ല, പക്ഷെ ആർക്കിടെക്ചറിന് എന്തായാലും മനസ്സിലാവും. അപ്പോൾ അത് നല്ല യൂസ്ഫുൾ ആണ്. ഇപ്പോൾ റിപ്പീറ്റ് ചെയ്താൽ ഓൾമോസ്റ്റ് ഒരു 80-90% കിട്ടുമെന്ന് ഉറപ്പാണ്. JEBRക്കൊക്കെ ഓക്കെ. JEE പോലെ അത്ര ടഫ് അല്ലാത്തതുകൊണ്ട് എന്തായാലും കിട്ടും. അപ്പോൾ നിങ്ങളിപ്പം കൺഫ്യൂസ്ഡ് ആയി നിൽക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഫ്യൂച്ചർ ജനറേഷൻ ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുകയായിരിക്കും. അപ്പോൾ ഇവർ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുകയാണെങ്കിൽ ഒന്ന് അന്വേഷിക്കുക. അവർക്ക് ആർക്കിടെക്ചറിനോട് താല്പര്യം ഉണ്ടെങ്കിൽ അത് ഓക്കെ ആണെങ്കിൽ അതെടുത്ത് മുന്നോട്ട് പോവുക, റിപ്പീറ്റ് ചെയ്യുക, അതിലൊരു പ്രശ്നവുമില്ല, എന്തായാലും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. ഫാത്തിമ? ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ ഞാൻ ഒരു ഇയർ VR-ക്കിന് വേണ്ടി റിപ്പീറ്റ് ചെയ്യുന്നതിന് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഫസ്റ്റ്. പക്ഷേ ലൈക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ലൈക്ക് എന്താ പറയുക നല്ലതായി തോന്നിയ ഒരു ഡിസിഷനാണ് VR-ക്കിന് വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്തത്, അതും തിങ്കിൽ. ബിക്കോസ് തിങ്ക് ആക്ച്വലി നല്ലോണം ഹെൽപ്പ് ചെയ്തത് ആ കാര്യത്തിൽ. എന്താ പറയുക, അപ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ തന്നെ എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ഇങ്ങനെ വന്ന് ചോദിക്കും VR-ക്കിന് റിപ്പീറ്റ് ചെയ്യണോ, ഹെൽപ്പ് ചെയ്ത് ചോദിച്ച് കുറേ ആൾക്കാരാണ്. അപ്പം ഞാൻ അവരോടൊക്കെ പറഞ്ഞ് VR-ക്കിന് റിപ്പീറ്റ് ചെയ്യണ്ട പറയുന്നത്, നമുക്ക് VR-ക്ക് എന്താണെന്ന് ശരിക്കും ഈ
കോച്ചിങ്ങിലൂടെ മനസ്സിലാവും. ആൻഡ് നമുക്ക് മേ ബി കോളേജിൽ പോകുമ്പോൾ നല്ലോണം ഹെൽപ്പ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ലൈക്ക് നല്ലൊരു ഡിസിഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ പോസിറ്റീവായിട്ട് തന്നെ അവരുടെ അടുത്ത് പറഞ്ഞത്. കാരണം അത് അത്ര ഹെൽപ്ഫുൾ ആയി ഞങ്ങൾക്ക്. തുടങ്ങിയ സമയത്ത് മെയിൻ പ്രശ്നം എൻ്റെ സെൽഫ് ഡൗട്ടായിരുന്നു, എന്നെ കൊണ്ട് Okay. പറ്റുമെന്ന്. ശരി. ഞാൻ ഇപ്പോൾ ആലോചിക്കുകയാണെങ്കിൽ ഞാൻ ആ പഴയ എന്നോട് ഒരേ ഒറ്റൊരു കാര്യം പറയുള്ളൂ, നിങ്ങൾക്കിതിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ, വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടോ, നിങ്ങൾ വന്നോളി, നിങ്ങളെ കൊണ്ട് പറ്റും. ബിയാർക്ക് ഞാനാണ് ചൂസ് ചെയ്തത്. ആദ്യം ബിടെക് പോയി, 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് താല്പര്യമില്ലാണ്ടായി ഡ്രോപ്പ് ചെയ്ത്, Okay. പിന്നെ വേറെ എന്തിനോ പോയി, അതെനിക്ക് താല്പര്യം. എന്നിട്ടാണ് ഞാൻ ബിയാർക്കിന് ഫോക്കസ് ചെയ്തത്. അപ്പോഴും ചോദ്യങ്ങൾ ഉണ്ടേനു, ഇത് ഉറപ്പാണോ, പാരൻസ് ഓഫ് കോഴ്സ് ചോദിക്കല്ലോ, ഇതാണോ ഉറപ്പാണോ. അങ്ങനെ ഞാൻ വാശി പിടിച്ചല്ല, ഇതാണ് എനിക്ക് വേണ്ടിയത്. ഞാൻ പറയുന്ന പോലെയാണ് എൻ്റെ പാരൻസിന്. അപ്പോൾ ഞാൻ വാശി പിടിച്ചല്ല, ഇതന്നെയാണ് എനിക്ക് വേണ്ടിയത്. അങ്ങനെയാണ് തിങ്കിൽ വന്നത്. ഫസ്റ്റ് ഡേ ഡൗട്ട്ഫുൾ ആണ്, പോവോ, ലൈക്ക് ഞാൻ തന്നെ ബാക്കോട്ടേക്ക് പോവോ ഇല്ല എന്നൊക്കെ ഡൗട്ട് ഉണ്ടായിട്ടും ആ 1 ഇയർ ഫുൾ കൺസിസ്റ്റൻ്റ് ആയി നിന്ന് പഠിച്ച് ഹാർഡ് വർക്ക് ഉണ്ടേനു. ലാസ്റ്റത്തെ 2 മാസമാണ് കുറച്ചുകൂടി നമ്മൾ ഫോക്കസ് ചെയ്യുക. Okay. അങ്ങനെ പഠിച്ചെടുത്തിട്ടാണ് ഈ ഒരു പൊസിഷനിലെത്തിയത്. നിങ്ങൾ ഇനി മുന്നോട്ട് എന്ത് ഡിസിഷൻ എടുത്താലും ഉറപ്പാണോ ചോദ്യം ചോദിക്കാൻ കുറേ പേരുണ്ടാവും. പക്ഷെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലുള്ളിൽ തോന്നുകയാണ് അല്ല എനിക്കിതാണ് വേണ്ടിയതെന്ന് തോന്നിയാൽ അതിലേക്ക് പോവാ, ബാക്കോട്ടേക്ക് നോക്കണ്ട. ബിക്കോസ് ഒരു സ്ഥലത്ത് എത്തിയാൽ നമ്മളൊരിക്കലും എങ്ങനെ എത്തിപ്പെടുന്ന ആൾക്കാർ ചോദിക്കില്ല, എത്തിയല്ലോ അതിന് അപ്ലോസ് ചെയ്യുക ആൾക്കാർ. അപ്പം ആ പൊസിഷനിൽ എങ്ങനെ ആയാലും എത്തിച്ചേരാം, അത്രേ ഉള്ളൂ. സോ ഓക്കെ താനിയ, നമുക്ക് ഇത്രയും സമയം തിങ്കിൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ ഇത്രയധികം സമയം സ്പെൻഡ് ചെയ്തതിലും നിങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്തതിലും പുതുതായി വരുന്ന ജനറേഷന് വേണ്ടി നിങ്ങളുടെ സജഷൻസ് കൊടുത്തതിലും വളരെയധികം ഹാർട്ട്ഫുള്ളി താങ്ക് യു പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. താങ്ക് യു ഓൾ.